ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങക്കായ് കറി വെക്കാം. അതിനായി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പ് കുതിർത്തിയെടുത്തത് നമുക്ക് എടുക്കാം. അതൊരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് പരിപ്പ് കുതിർത്തതും 4 മുരിങ്ങക്കായ് ചെറിയ പീസുകളാക്കിയതും ഒരു 6 പച്ചമുളക് നടുകെ കീറിയതും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 4 ചുവന്നുള്ളി അല്ലിയും 3 പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പൊന്നൊഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പതഞ്ഞു വന്ന നമ്മുടെ മുരിങ്ങക്കായ് നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി നമുക്കിത് താളിക്കാം. അതിനായി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. നമ്മുടെ വളരെ രുചികരമായ നമ്മുടെ മുരിങ്ങക്കായ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.